ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ രാജ്യം ഭരിക്കുന്ന ഒരാളായി ഞാൻ നിന്നെ മാറ്റും. ഞാൻ മോഹിച്ചതല്ല, നിനക്ക് വന്നു ചേരുമെന്നാ മന്ത്രവാദി അമ്മ പറഞ്ഞത്. അതൊക്കെ ഒറ്റയ്ക്ക് നീ അനുഭവിക്കണ്ട. ഒത്തിരി കടപ്പാടുകളും സമ്പത്തും മനസ്സും ഒക്കെ ഉള്ളവർക്ക് പ്രണയവും വിവാഹവും ഒക്കെ. എനിക്കിത് രണ്ടുമില്ല. കൂടെ കൂട്ടുന്നവർക്ക് കിടന്നുറങ്ങാൻ എനിക്കൊരു തൊഴുത്തില്ല. കൊടുക്കാനുള്ള പുല്ലും വെള്ളവും പിണ്ണാക്കും ഒന്നുമില്ല. പിന്നെന്ത് പ്രണയം? ഇതെന്താ കാമുക എരുമയോ പശു വല്ലോ ആണോ? പ്രതാപ, എന്താ ചേച്ചി? ഇവിടെ വല്ലാത്ത കഷ്ടപ്പാടാ അല്ലേ പ്രതാപ? ഓ, എന്ത് കഷ്ടപ്പാട്! ഇതൊക്കെ ഒരു കഷ്ടപ്പാടാണോ ചേച്ചി? ജോലി ചെയ്യാതെ ജീവിക്കാൻ പറ്റുമോ? ഇവിടെ നമുക്ക് ചെയ്യാനുള്ള ജോലികളല്ലേ ഉള്ളൂ. അതല്ലടാ ഞാൻ ഉദ്ദേശിച്ചേ. ഇത്രയില്ലെങ്കിലും ഇതുപോലൊരു കോലത്തെ ഇളമുറക്കാരാ ഞാനും നീയും. കാരണവന്മാരെല്ലാം കൂടി വിറ്റ് നശിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഞാനും ആ പത്നിയെ പോലെയും സരസ്വതിയെ പോലെയും രാജകുമാരിയെ പോലെ ജീവിക്കുമായിരുന്നു. ഇതൊക്കെ ഓരോ തലയിലെഴുത്തല്ലേ ചേച്ചി? കാരണവന്മാരുണ്ടാക്കി വെച്ച കടങ്ങൾ വീട്ടിയ നമുക്ക് നമ്മുടെ കോവിലകം വീണ്ടെടുക്കാം. വീണ്ടെടുക്കണം. അതുമല്ല, നമുക്കിവിടെ തൽക്കാലം ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ചേച്ചി. നമ്മളെ സ്വന്തം മക്കളെ പോലെയല്ലേ മഹാദേവർമ്മ സാർ നോക്കുന്നത്. എന്റെ വിദ്യാഭ്യാസവും ചേച്ചിയുടെ വിദ്യാഭ്യാസവും പൂർത്തിയാക്കി ശേഖരനെ മദ്രാസിൽ നിർത്തി പഠിപ്പിക്കുന്നു. ഇതൊന്നും പോരല്ലോ. നമുക്ക് എന്നും ഇവിടെ കഴിയാൻ പറ്റൂ? നമുക്കും വേണ്ട ഒരു ജീവിതം. ഒക്കെ നടക്കും ചേച്ചി, നിരാശ ഒന്നും വേണ്ട. എനിക്ക് നിന്റെ കഷ്ടപ്പാടുകൾ കാണുമ്പോഴാ വിഷമം. ഈ ചേച്ചിക്ക് നിന്നെ സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നാ സങ്കടം. എന്തിനാ ചേച്ചി ഈ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് മനസ്സിങ്ങനെ വിഷമിപ്പിക്കുന്ന? ചേച്ചി ഞങ്ങളോടൊപ്പം എന്നും ഇങ്ങനെ ഉണ്ടായാൽ മതി. അമ്മയും അച്ഛനിപ്പോ ഞങ്ങൾക്കില്ല. അമ്മയും അച്ഛനും ദൈവവും എല്ലാം ഇപ്പൊ ചേച്ചിയാ. ആദ്യം ചേച്ചിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണം. അതിനുവേണ്ടിയാ ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്. എന്റെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് നീ വിഷമിക്കണ്ട. എനിക്ക് എല്ലാത്തിലും വലുത് എന്റെ കൂടപ്പറപ്പായ നീയാ. നിങ്ങളെ വിട്ട് ഞാൻ എങ്ങോട്ടും പോയില്ല. നീ ഒരു വലിയ ആളായി എനിക്ക് കാണണം. ഈ രാജ്യം ഭരിക്കുന്ന ഒരാളായി ഞാൻ നിന്നെ മാറ്റും. ഞാൻ മോഹിച്ചതല്ല, നിനക്ക് വന്നു ചേരുമെന്നാ മന്ത്രവാദി അമ്മ പറഞ്ഞത്. അതൊക്കെ ഒറ്റയ്ക്ക് നീ അനുഭവിക്കണ്ട. നീ എന്റെ കൂടെ തന്നെ ഉണ്ടാകും. നിന്നെ ഞാൻ ഒരിടത്തേക്കും വിടില്ല. ചേച്ചി എന്താ ആലോചിക്കുന്നത്? ഞാനേ നിന്റെ കാര്യത്തെക്കുറിച്ച് തന്നെ ആലോചിക്കുന്നേ. നിന്റെ ഭാവി, അതാണ് എന്റെ സ്വപ്നം. നിന്നെ ഞാൻ വലിയൊരാളാക്കും. നീ എന്റെ മകൻ തന്നെയാ. ചേച്ചി, പിന്നെ അവര് തമ്മിലുള്ള കുടുംബ പ്രശ്നം നീ എങ്ങനെ പരിഹരിച്ചു? അത് അതിന്റെ കഥ ഞാൻ പറയാം സാറേ. കൊച്ചുകുട്ടാപ്പി ദിവസവും ആനമൈക്ക് കഴിച്ചു വന്ന് ഭാര്യ ലീലയെ ഇടിയോടിടി. അതാണല്ലോ കേസ്. ഇടികൊണ്ട് അവള് ചോര ഛർദിച്ച ആശുപത്രിയിലായല്ലോ. അത് പരിഹരിക്കാനല്ലേ പ്രതാപനെ ഞാൻ നിയോഗിച്ചത്. ഇതൊരു ചീഞ്ഞ കേസായതുകൊണ്ട് പരിഹരിക്കാൻ ഞാനും ജഗനും കൂടി പോയി. ആദ്യം ഈ ആനമൈക്കയുടെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് അന്വേഷിക്കാൻ പ്രതാപം പറഞ്ഞു. ജഗനും ഞാനും കൂടി അത് കണ്ടുപിടിച്ചു. വരട്ടുപാറയിൽ ഒരു തിമ്മൻ കുഞ്ഞാണ് നാട്ടുകാരൻ.
അതൊരു ഭേദപ്പെട്ട ഡിസ്റ്റിലറിയാണ്. ആദ്യം തിമ്മനെ കൈകാര്യം ചെയ്ത് എന്നേക്കുമായി ആനമൈക്കയുടെ ഉൽപാദനം നിർത്തിച്ചു. ആഹാ, തിമ്മന് നമ്മുടെ തോട്ടത്തിൽ ജോലിയും കൊടുത്തു. നേരെ കൊച്ചുകുട്ടാപ്പിയെ തെരഞ്ഞു പിടിച്ച് പ്രതാപം പറഞ്ഞിട്ട് ഞാൻ കുട്ടാപ്പിക്കിട്ട് 2 പൂശും പൂശി. അതെ, ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിരുന്നേ. അതെന്താ ആരും ചർച്ചയ്ക്കെടുക്കാത്തെ? എന്ന്. ആ, അതാണോ? ഓ, അതിപ്പോ വർമ്മ സാറിനോട് പറയാലോ. എന്താ വേണു? പത്മാവതി തമ്പുരാട്ടിയുടെ ഡാൻസ് മത്സരത്തിന്റെ കാര്യമാ കുറിപ്പ് പറഞ്ഞത് അല്ലേ വേണു? അത് തന്നെ. അതെങ്ങനെ വേണമെന്ന് ഞാൻ നിങ്ങളോടും കൂടി ചോദിക്കാനിരിക്കുകയായിരുന്നു. ഡാൻസ് മത്സരം നടക്കുന്നത് രാഗമാലികയിലല്ലേ? അതെ. മത്സരം എവിടെയാണെങ്കിലും ഇവിടത്തെ കുഞ്ഞിന്റെ അരങ്ങേറ്റം കൂടി ഇല്ലേ? നമുക്കത് ആഘോഷിക്കണ്ടേ? ഞാൻ സരസ്വതിയും പത്മയും കൂടി ഇങ്ങോട്ട് വിളിക്കട്ടെ? ഞങ്ങൾ ഇവിടെ ഉണ്ടേ. മത്സരം എങ്ങനെയാ മോളെ? ഒരുപാട് പാർട്ടിസിപ്പൻസ് ഉണ്ടോ? ഉണ്ടാവും അച്ഛ, രാഗമാലികയുടെ പരിപാടിയല്ലേ. പരിപാടി ആരുടേതാണെങ്കിലും ഫസ്റ്റ് പ്രൈസ് സൂര്യമംഗലത്തേക്ക് പോരണം. അതിന് യാതൊരു മാറ്റവും പാടില്ല. അത് പിന്നെ പത്മാവതി തമ്പുരാട്ടിക്ക് തന്നെ കിട്ടും, യാതൊരു സംശയമില്ല. കട്ടക്കെട്ടുകൾ മത്സരമാ. ഒരാള് വെല്ലുവിളിച്ചിട്ടുണ്ട്, പത്മാവതിയെ തോൽപ്പിക്കുന്നു. അതാരാ? അതാ ഊർമിളയാ. ഏതൂർമിള? ആ പാട്ടുപുരക്കൽ കർത്താവിന്റെ മകൾ. ഓ, ഓ, ആ ഗോപാലകർത്താവിന്റെ മോള്. ആ അഹങ്കാരി പെണ്ണ് അവളൊന്നും ജയിക്കത്തില്ല. അവളെ ഒന്നും സരസ്വതി ദേവി അനുഗ്രഹിച്ചിട്ടില്ല. മത്സരത്തിന് വഴക്കൊന്നും വേണ്ട. നന്നായിട്ട് ആര് പെർഫോം ചെയ്യുന്നു അവർക്കായിരിക്കണം 1ാം സമ്മാനം. അതിപ്പോ പാട്ടുപുരയ്ക്കൽ കർത്താവിന്റെ മോളായാലും എന്റെ മോളായാലും. ആ, പക്കമേളത്തിന് എല്ലാരും ആയോ? ആ അച്ഛ, എല്ലാരും ഏർപ്പാട് ചെയ്തു. പിന്നണി ഗായകനോ? വിളിച്ചിട്ടുണ്ട്, ദേവകുളങ്ങര ശിവദാസ്. അതെന്തിനാ? 1ാം തരം പാട്ടുകാരൻ ഇവിടെ ഇല്ലേ? പ്രതാപൻ പാടുമായിരുന്നല്ലോ. അയ്യോ, ഞാനങ്ങനെ പ്രൊഫഷണൽ സിംഗറൊന്നുമല്ല സാർ. ആണെന്ന് ആര് പറഞ്ഞു? നീ 1ാം തരമായിട്ട് പാടുവെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പ്രതാപന്റെ പാട്ട് കേട്ടവർക്ക് അതിന്റെ സുഖം അറിയൂ. എന്തായാലും നമ്മളിപ്പോ ശിവദാസിനെ വിളിച്ചു പോയില്ലേ? എങ്കി അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എന്നാ പിന്നെ ഈ കമ്മിറ്റിക്ക് ഒരു ബ്രേക്ക് കൊടുത്താലോ? നല്ല കാര്യം, എ ഷോർട്ട് ബ്രേക്ക്. പ്രതാപേട്ടൻ എന്നോട് ദേഷ്യമാണോ? ദേഷ്യോ? എനിക്ക് പത്മയോട് ദേഷ്യമായിരുന്നെങ്കിൽ ഞാൻ പത്മയെ നോക്കി ചിരിക്കുമായിരുന്നോ?